എല്ലായിടങ്ങളിലും അലേർട്ട് ഉണ്ട് മീര. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഒരു രാവിലെ? പക്ഷേ മഴ ഒന്ന് മാറി നിൽക്കുന്ന അന്തരീക്ഷമാണ്. ഇപ്പം മീരയുടെ ഫ്രെയിം കാണുമ്പോഴും തിരുവനന്തപുരത്ത് മഴയില്ല, ഇവിടെ കൊച്ചിയിലും രാവിലെ മഴയൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് പൊതുവിലുള്ള ഒരു മഴ സാഹചര്യം? എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്? ആശങ്കപ്പെടേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? സേതു, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ സംസ്ഥാനത്തും ചിലയിടങ്ങളിൽ മാത്രമാണ് മഴ ഉള്ളത്. ബാക്കി എല്ലാ ജില്ലകളും മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. തലസ്ഥാനത്തും പുലർച്ചെ അല്പം മഴയുണ്ടായിരുന്നെങ്കിലും നിലവിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. പക്ഷേ മധ്യ തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ ഉണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇടുക്കി മുതൽ ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ ഉൾപ്പെടെ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ബാക്കി എല്ലാ 8 ജില്ലകളിലും യെല്ലോ അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും മഴ തുടരും എന്നുള്ളത് തന്നെയാണ്, ശക്തമായ മഴ തുടരും എന്നുള്ളത് തന്നെയാണ്. ഈ മഴയോടൊപ്പം 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനുള്ള സാധ്യത കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ കടൽക്ഷോഭത്തിനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ഒക്കെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും വടക്കൻ ജില്ലകളിലായിരുന്നു ശക്തമായ ഒരു മഴ നമ്മൾ കണ്ടത്. വിവിധയിടങ്ങളിൽ വെള്ളം കയറുന്നതൊക്കെ അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഈ ആഴ്ച വരുന്ന 5 ദിവസത്തേക്ക് മധ്യ തെക്കൻ ജില്ലകളിലേക്കാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയുന്നത്. നേരത്തെ ഈ പസഫിക് സമുദ്രത്തിന് മുകളിലായി ഒരു വിഫ ചുഴലിക്കാറ്റുണ്ടായിരുന്നു. അതിപ്പോൾ സഞ്ചരിച്ച് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒരു ന്യൂനമർദ്ദമായി രൂപപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് വരുന്ന 5 ദിവസത്തേക്ക് കൂടി ഇത്തരത്തിലൊരു ശക്തമായ മഴ തുടരും എന്നുള്ളത് പറയുന്നത്. നാളെ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് മഴ തുടരും എന്നുള്ളത് തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ പൊതുജനങ്ങളും തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഈ കാറ്റിനുള്ള സാധ്യത കൂടി പറയുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ജാഗ്രത കൂടുതൽ പുലർത്തേണ്ടതുണ്ട്. എന്തായാലും ജലാശയത്തിന് സമീപത്തോടൊക്കെ നിൽക്കുന്നവരൊക്കെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. സേതു. ഓക്കെ മീര, ഓക്കെ.